സ്കൂൾ തുറന്നൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനുകൾ. മൂക്കടപ്പ്, ജലദോഷം, തൊണ്ടവേദനയൊക്കെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വരും. അതെല്ലാ കുട്ടികളിലേക്കും പടർന്നു പിടിക്കും. അപ്പോൾ അതിൻ്റെ പിന്നെയും ഇങ്ങനെയുള്ള പ്രശ്നം. അപ്പം 2-3 മാസമായിട്ട് കുട്ടികൾക്ക് പനി മാറാതെ നിൽക്കുന്നു എന്ന് പറയുന്നത് പല എപ്പിസോഡ്സ് ഓഫ് ഇതുപോലുള്ള ചെറിയ വൈറൽ ഇൻഫെക്ഷൻസ് ആകാം. അപ്പോൾ ഇത് സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രീ മൺസൂൺ എന്ന് പറയുന്ന മഴക്കാലങ്ങൾക്കൊക്കെ മുമ്പേ ആയിട്ടുള്ള ഒരു ജൂൺ അതിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ജലദോഷപ്പനി വരുന്നതായിട്ട് കാണും. പിന്നെ അത് കഴിഞ്ഞൊരു 1-2 മാസം അതിങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കി പിന്നെ അതങ്ങ് മാറുന്നതായിട്ട് കാണും. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു നവംബർ, ഡിസംബർ, അത് കഴിഞ്ഞ് ജാനുവരി, ഫെബ്രുവരി ആ സമയത്ത് എന്നുവെച്ചാൽ ഒരു തണുത്ത കാലാവസ്ഥ വരുന്ന സമയത്ത്. അപ്പോൾ അതൊരു സീസണലായിട്ട് വരുന്ന ഫ്ലൂ എന്നാണ് നമ്മൾ പൊതുവേ അതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവറിൻ്റെ ഒരു സ്പൈക്ക്. അപ്പോൾ ഒരു വർഷത്തിൽ സാധാരണ ഒരു 2 സ്പൈക്കാണ് നമുക്ക് കാണുന്നത്. ഇങ്ങനെയുള്ള വൈറൽ ഇൻഫെക്ഷനുകൾ കൂടുതലായിട്ട്